ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. ഭഗവാനെ താമരക്കണ്ണൻ എന്ന് വിളിക്കാറുണ്ട്. ഭഗവാന്റെ ഫോട്ടോയിലെ കണ്ണുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങള്? താമര പോലെ നല്ല ഭംഗിയായിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും മഹാവിഷ്ണുവിന്റെയും ഒക്കെ കണ്ണുകൾ നമുക്ക് കാണാൻ സാധിക്കുക. ഇത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊരു റീസൺ ഉണ്ട്. ഈ താമര ഉണ്ടല്ലോ, ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് ഈ താമര ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നത്? ഈ താമര ചെളിയിലാണ് ജന്മം എടുക്കുന്നത്. എന്നാൽ ആ ചെളിയൊന്നും ബാധിക്കാതെ മുകളിലേക്ക് ഉയർന്ന് വളരെ മനോഹരമായ പുഷ്പമായാണ് ഈ താമര മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാൻ ഏറ്റവും അഭികാമ്യമായും നമ്മൾ കണക്കാക്കുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മവും. ഭഗവാൻ ഒരുപാട് യാതനകളും ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോയിട്ടുള്ള ആളാണ്. എന്നാൽ ഒരു സാഹചര്യത്തിലും ഭഗവാൻ പതറിയിട്ടില്ല. ഓരോ സാഹചര്യത്തിലും ഭഗവാൻ സംയമനത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഭഗവാന്റെ മുഖത്തുള്ള ആ പുഞ്ചിരി, ഭഗവാന്റെ ആ ഒരു കോൺഫിഡൻസ്, ഇതെല്ലാം ആ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്ന മാതൃകകളാണ്. നമ്മുടെ ജീവിതത്തിലും ഒരുപാട് കഷ്ടനഷ്ടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഭഗവാനെ ഓർക്കണം. ആ ഭഗവാനായിരിക്കണം നമ്മുടെ യഥാർത്ഥ റോൾ മോഡൽ. ആ ഭഗവാന്റെ മന്ദഹാസം അത് നമ്മുടെ ചുണ്ടുകളിലും ഉണ്ടാവണം. നമുക്കും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകണം. നമ്മളിൽ പലരും പല അഴുക്ക് ചാലുകളിലും പെട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. പക്ഷേ എന്നാൽ അതൊന്നും നമ്മുടെ ആത്മീയമായ ഉന്നതിക്ക് തടസ്സമല്ല. ഏതു നിമിഷവും മാറാൻ തീരുമാനിച്ചാൽ നമുക്കും ആ ഭഗവാനെ പോലെ, ഈ താമരയെ പോലെ വളരെ സുന്ദരമായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.